അറാത്ത എന്നുള്ള ഒരു വാട്സാപ്പ് പോലെയുള്ള ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പേടിക്കണ്ട, അതിനെക്കുറിച്ച് പറയാനല്ല ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങൾ പറയുന്നത് അതിൻ്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനി സോഹോ എന്നുള്ള കമ്പനിയെ കുറിച്ച് പറയാനാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത പറയാം, ഈ കമ്പനി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് തപ്പിയാൽ കാണാൻ പറ്റത്തില്ല. കുറച്ച് കാലമായിട്ടുള്ള ഈ കമ്പനി എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് വന്നില്ല? കാരണം പറയാം, അവരുടെ റവന്യൂവിൻ്റെ 60% അവർ കൊടുക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭമാണ് അല്ലേ. കമ്പനിക്ക് കുറേ ലാഭം ഉണ്ടാക്കണമെങ്കിൽ R&D അത് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ CEO തന്നെ പറഞ്ഞിട്ടുണ്ട്, R&D സ്പെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അറാത്ത പോലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമായിട്ടില്ല. രണ്ടാമതായിട്ട് ഈ കമ്പനിയുടെ ഒരു സ്റ്റൈലാണ്. നമ്മളിപ്പം ഗൂഗിളിൻ്റെ വർക്ക് സ്പേസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതും ഒരു വളരെ വലിയൊരു കമ്പനിയാണ്. ആക്ച്വലി ഇത് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് സ്വിസ് നൈഫ് പോലെയാണ്. കാരണം കുറേയധികം ഉപയോഗങ്ങളുണ്ട് ഇവരുടെ പ്രോഡക്ട്സിന്. മൂന്നാമതായിട്ടുള്ള പ്രത്യേകത, ഇവരൊരു ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവരുടെ റിസർച്ച് സെൻറ്റേഴ്സ് എല്ലാം Tier 2, Tier 3 സിറ്റീസിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം ഇന്ത്യയുടെ അർബനൈസേഷൻ ചലഞ്ച് ഒരു പരിധി വരെ ഇതിന് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഇത് ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു പ്രോജക്റ്റാണ് സോഹോ. കാരണം ഇന്ത്യൻ കമ്പനി മൈക്രോസോഫ്റ്റിൻ്റെയും ഗൂഗിളിൻ്റെയൊക്കെ ഒരു ലെവലിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.